നമസ്കാരം. എല്ലാവർക്കും 9ാം ക്ലാസ്സിലെ ഫിസിക്സ് പാഠഭാഗങ്ങളിലേക്ക് സ്വാഗതം. നമ്മൾ പാർട്ട് 6 പാർട്ട് 6 മോളിക്കുലാർ ഫോഴ്സ് എന്ന ടോപ്പിക്കിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ പാർട്ടിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. മോളിക്കുലാർ ഫോഴ്സ് എന്താണ്, അതിൻ്റെ ടൈപ്സ് എന്തൊക്കെയാണ്, പിന്നെ സർഫസ് ടെൻഷൻ, വിസ്കോസിറ്റി, കാപ്പിലാരിറ്റി തുടങ്ങി കുറേ അധികം കാര്യങ്ങൾ ഈ പാർട്ട് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എന്താണ് ഈ മോളിക്കുലാർ ഫോഴ്സ്? മോളിക്യൂൾസ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഈ മോളിക്യൂൾസ് തമ്മിലുള്ള ഫോഴ്സ്, അട്രാക്റ്റീവ് ഫോഴ്സ്, അതിനെ വിളിക്കുന്ന പേരാണ് മോളിക്കുലാർ ഫോഴ്സ്. അപ്പോൾ ഫോഴ്സ് ബിറ്റ്വീൻ മോളിക്യൂൾസ്, അതിനെ വിളിക്കുന്ന പേരാണ് മോളിക്കുലാർ ഫോഴ്സ്. ഈ മോളിക്കുലാർ ഫോഴ്സ് രണ്ട് ടൈപ്പ് ഉണ്ടെന്നാണ്: കൊഹിസീവ് ഫോഴ്സ് അല്ലെങ്കിൽ കൊഹിഷൻ, അഡ്ഹീസീവ് ഫോഴ്സ് അല്ലെങ്കിൽ അഡ്ഹീഷൻ. എന്താണ് ഈ കൊഹിസീവ് ഫോഴ്സ് എന്ന് നോക്കാം. കൊഹിസീവ് ഫോഴ്സ്, ഇപ്പോൾ നമ്മൾ ഒരു ബീക്കറിൽ കുറച്ച് വെള്ളം എടുക്കുന്നിരിക്കട്ടെ. വെള്ളം, വാട്ടർ എന്നത് H2O മോളിക്യൂൾസാണ്, അതിൻ്റെ കളക്ഷനാണ് വാട്ടർ. അപ്പോൾ ഈ ബീക്കറിനകത്തുള്ള മോളിക്യൂൾസ്, വാട്ടർ മോളിക്യൂൾസ് ഒരുമിച്ച് ഒരു സിസ്റ്റമായിട്ട്, ആ കൂട്ടമായിട്ട് അങ്ങനെ നിലനിൽക്കുന്നതിന് പിന്നിൽ ഈ മോളിക്യൂൾസ് തമ്മിൽ, വാട്ടർ മോളിക്യൂൾസ് തമ്മിൽ, ഒരേ ഇനത്തിൽപ്പെട്ട മോളിക്യൂൾസ് തമ്മിൽ, സെയിം കൈൻഡ് ഓഫ് മോളിക്യൂൾസ് തമ്മിലുള്ളൊരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. ഈ അട്രാക്റ്റീവ് ഫോഴ്സിനെയാണ് നമ്മൾ വിളിക്കുന്നത് കൊഹിസീവ് മോളിക്കുലാർ ഫോഴ്സ് ഓർ കൊഹിസീവ് ഫോഴ്സ് ഓർ കൊഹിഷൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ് അഡ്ഹീഷൻ? അഡ്ഹീസീവ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അഡ്ഹീസീവ് മെറ്റീരിയൽസ്, പശ, ഗം. എന്താണ്? രണ്ട് വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട വസ്തുക്കളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ, ഒരുമിച്ച് ചേർത്ത് നിർത്താൻ ഉപയോഗിക്കുന്ന വസ്തുക്കളെയാണ് നമ്മൾ അഡ്ഹീസീവ്സ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ പശ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് മോളിക്യൂൾസ് എന്നുള്ള അട്രാക്റ്റീവ് ഫോഴ്സിനെയാണ് നമ്മൾ അഡ്ഹീസീവ് മോളിക്കുലാർ ഫോഴ്സ് അല്ലെങ്കിൽ അഡ്ഹീഷൻ, അഡ്ഹീസീവ് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ കൊഹിഷൻ എക്സാമ്പിൾ, ഒരു ഗ്ലാസ് സർഫസ്. ഈ ഗ്ലാസ് സർഫസിൽ രണ്ട് മെർക്കുറി ഡ്രോപ്സ് വെക്കുകയാണ്. മെർക്കുറി എന്ന് പറയുന്നത് ലിക്വിഡ് ഫോമിലുള്ള ഒരു മെറ്റലാണ്. അപ്പോൾ രണ്ട് ഡ്രോപ്പ് വെച്ചു. ഈ മെർക്കുറി ഡ്രോപ്സിനെ നമ്മളൊരു നീഡിൽ കൊണ്ടുവന്ന് കണക്റ്റ് ചെയ്താൽ അത് വളരെ പെട്ടെന്ന് തന്നെ കമ്പൈൻ ചെയ്തിട്ട് കുറച്ചുകൂടെ വലിയ ഒരു ഡ്രോപ്പായിട്ട് അങ്ങ് മാറും. അപ്പോൾ കണക്റ്റ് ചെയ്യുമ്പോൾ മെർക്കുറി ഡ്രോപ്സ് ഒരുമിച്ച് ചേർന്ന് വലിയ ഡ്രോപ്പായിട്ട് മാറാനുള്ള ഒരു ഹൈ ടെൻഡൻസി കാണിക്കുന്നു. പക്ഷെ അതേസമയത്ത് നമ്മൾ രണ്ട് വാട്ടർ ഡ്രോപ്സാണ് ഇങ്ങനെ ഇരിക്കുന്നതെങ്കിൽ കണക്റ്റ് ചെയ്യുമ്പോൾ അത് ഒരുമിച്ച് ചേർന്ന് വലിയ ഡ്രോപ്പായിട്ട് മാറാനുള്ള സാധ്യത കുറവാണ്, അതിനുള്ള ടെൻഡൻസി കാണിക്കുന്നതും കുറവായിരിക്കും. അപ്പോൾ എന്താണ് അതിന് കാരണം? ഇവിടെ അഡ്ഹീസീവ് ഫോഴ്സും ഉണ്ട്, കൊഹിസീവ് ഫോഴ്സും ഉണ്ട്. മെർക്കുറി ആറ്റംസ് അല്ലെങ്കിൽ മെർക്കുറി മോളിക്യൂൾസ് തമ്മിൽ എന്തുണ്ടാവും? ഒരു കൊഹിസീവ് ഫോഴ്സ് ഉണ്ടാവും. മെർക്കുറിയും ഗ്ലാസും തമ്മിൽ, അതിലെ മോളിക്യൂൾസ് തമ്മിൽ അഡ്ഹീസീവ് ഫോഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഇൻഡിവിജ്വലായിട്ട്, സെപ്പറേറ്റായിട്ട് നിൽക്കുന്നതിന് പകരം അവർ ഒരുമിച്ച് ചേർന്ന് ഇങ്ങനെ ഡ്രോപ്പായിട്ട് മാറാൻ എന്തെങ്കിലും ഒരു സാധ്യത തെളിഞ്ഞാൽ അവർ അങ്ങനെ മാറുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കൊഹിസീവ് ഫോഴ്സ് ബിറ്റ്വീൻ മെർക്കുറി മോളിക്യൂൾസ് ആർ ലാർജർ ദാൻ അഡ്ഹീസീവ് ഫോഴ്സ് ബിറ്റ്വീൻ മോളിക്യൂൾസ് ഓഫ് മെർക്കുറി ആൻഡ് ഗ്ലാസ്. ഗ്ലാസും മെർക്കുറിയും തമ്മിലുള്ള ഈ പറഞ്ഞ അഡ്ഹീസീവ് ഫോഴ്സിനേക്കാൾ കൂടുതൽ ഉണ്ട്, സ്ട്രോങ് ആണ് മെർക്കുറി മോളിക്യൂൾസ് തമ്മിലുള്ള കൊഹിസീവ് ഫോഴ്സ്. അതുകൊണ്ടാണ് അവ കമ്പൈൻ ചെയ്ത് ഡ്രോപ്പായിട്ട് മാറുന്നത്. അപ്പോൾ കൊഹിസീവ് ഫോഴ്സിൻ്റെ ഒരു ഇല്ലസ്ട്രേഷനാണത്. ദെൻ ഇപ്പോൾ നമ്മൾ വൈറ്റ് ബോർഡിൽ മാർക്കർ ഉപയോഗിച്ച് കൊണ്ട് എഴുതുക. അപ്പോൾ ഈ ഇങ്ക് ബോർഡിൽ ഇങ്ങനെ തെളിഞ്ഞ് പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ട്. എന്താ കാരണം? ഇങ്കിലെ മോളിക്യൂൾസ്, ഇങ്കും വൈറ്റ് ബോർഡും തമ്മിലുള്ള അഡ്ഹീസീവ് ഫോഴ്സ് അത് കൂടുതലാണ്. ആരേക്കാളും ഈ ഇങ്ക് മോളിക്യൂൾസ് തമ്മിലുള്ള കൊഹിസീവ് ഫോഴ്സിനേക്കാൾ. അല്ലെങ്കിൽ ഈ അങ്ങനെ ആയിരുന്നു, കൊഹിസീവ് ഫോഴ്സ് വലുതായിരുന്നുവെങ്കിൽ ഈ ഇങ്ക് ബോർഡുമായിട്ട് ചേർന്ന് നിൽക്കാതെ അവ ഒരുമിച്ച് ചേർന്ന് അത് താഴെ പോരാനുള്ള ടെൻഡൻസി കൂടുമായിരുന്നു. ഇതേ കേസ് തന്നെയാണ് നമ്മൾ ബ്ലാക്ക് ബോർഡിൽ ചോക്ക് പീസ് കൊണ്ട് എഴുതുമ്പോൾ. ചോക്കും ബോർഡും തമ്മിലുള്ള അഡ്ഹീസീവ് ഫോഴ്സ് അവിടെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ എന്ത് ചെയ്യും? ചോക്ക് പീസ് അല്ലെ ചോക്കിൻ്റെ പാർട്ടിക്കിൾസ് ബോർഡിൽ പറ്റിപ്പിടിച്ചിരിക്കും. അപ്പോൾ ഇതാണ് മോളിക്കുലാർ ഫോഴ്സ്, അതിൻ്റെ ടൈപ്സ്, ഇലസ്ട്രേഷൻസ്. ഇതിന് കുറേയധികം ആപ്ലിക്കേഷൻസൊക്കെ ഉണ്ട്. നമ്മൾ നോട്ട് എണ്ണുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വിരലിൽ
പിന്നെ വെള്ളം തൊടാറുണ്ട്. എന്തിനാണ്? നോട്ടെണ്ണത്തിൻ്റെ വേഗത കൂട്ടുന്നതിലേക്ക് വേണ്ടിയിട്ട് ആണ്. എന്തുകൊണ്ട് അതെങ്ങനെ വേഗത കൂടുന്നതല്ല, എന്തുകൊണ്ടാണ് ഓരോ നോട്ടായിട്ട് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ സാധിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നനയ്ക്കുമ്പോൾ വാട്ടർ മോളിക്യൂൾസും ആ നോട്ടിലെ വാട്ടറും ആ പറഞ്ഞ കറൻസിയും തമ്മിലുള്ള അഡ്ഹീസീവ് ഫോഴ്സ് കൂടുതലായതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതെടുത്ത് എണ്ണാൻ സാധിക്കും. അതുകൊണ്ടാണ്. ഇതുപോലെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. നമുക്ക് നോക്കേണ്ടത് എന്താണ് കാപ്പിലാരിറ്റി എന്നാണ്. കാപ്പിലാരിറ്റി അഥവാ കേശികത്വം. എന്താണ് കാപ്പിലാരിറ്റി? ഒരു ഗ്ലാസ് ബീക്കർ, അതിൽ വാട്ടർ എടുത്തിരിക്കുന്നു. ഇതിൽ ഒരു കാപ്പിലറി ട്യൂബ് താഴ്ത്തി വെക്കുകയാണെന്നിരിക്കട്ടെ. കാപ്പിലറി ട്യൂബ് താഴ്ത്തി വെക്കുന്നു. നമുക്ക് കാണാൻ കഴിയും ഈ കാപ്പിലറി ട്യൂബിലൂടെ, കാപ്പിലറി ട്യൂബ് എന്ന് പറയുന്നത് വളരെ ഏരിയ ക്രോസ് സെക്ഷൻ കുറഞ്ഞ ട്യൂബാണ്, അല്ലെ പൈപ്പാണ്. അപ്പോൾ താഴ്ത്തി വെക്കുമ്പോൾ ഇതിലൂടെ, ഈ കാപ്പിലറി ട്യൂബിലൂടെ വാട്ടർ റൈസ് ചെയ്ത് ഒരു പർട്ടിക്കുലർ ഹൈറ്റിലെത്തി അങ്ങ് നിൽക്കും. ഇതുപോലുള്ള മൈന്യൂട്ട് പോസ് വഴി വാട്ടർ പോലുള്ള ലിക്വിഡ്സ് മുകളിലേക്ക് ഉയരുന്നതിനെ, റൈസ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് കാപ്പിലറി റൈസ് അല്ലെങ്കിൽ കാപ്പിലറി അസെൻറ്റ്. എപ്പോഴും കാപ്പിലറി അസെൻറ്റ് മാത്രമാണോ ലിക്വിഡ്സ് ഷോ ചെയ്യുക? ഇല്ല. ഇപ്പോൾ ഞാൻ മെർക്കുറി എടുക്കുകയാണ്, ഗ്ലാസ് കാപ്പിലറി ട്യൂബ് എടുക്കുകയാണ്. ഇത് വാട്ടർ ആയിരുന്നു, ഇത് ഗ്ലാസ് കാപ്പിലറി ട്യൂബ് ആയിരുന്നു. ഇത് മെർക്കുറിയാണ്, ഗ്ലാസ് കാപ്പിലറി ട്യൂബ് എടുക്കും. ഇവിടെയാണെങ്കിൽ ഇവിടെ നമ്മൾ കണ്ടത് കാപ്പിലറി റൈസാണ്. ട്യൂബിലൂടെ വാട്ടർ മുകളിലോട്ട് ഉയരുകയാണ്. ഇവിടെ മെർക്കുറി ട്യൂബിലൂടെ ഈ ലെവലിനേക്കാളും, ബീക്കറിലെ മെർക്കുറി ലെവലിനേക്കാൾ അല്പം താഴും, ഫോൾ ചെയ്യും. ഈ ഫിനോമിനെ വിളിക്കുന്ന പേര് കാപ്പിലറി ഫോൾ എന്നാണ്, അല്ലെങ്കിൽ കാപ്പിലറി ഡിസെൻറ്റ് എന്നാണ്. അവിടെ നമ്മൾ കണ്ടത് എന്താണ്? ഫ്ലൂയിഡ്സ് ഹാവ് സ്പെഷ്യൽ എബിലിറ്റി ടു റൈസ് ഓർ ഫോൾ അലോങ് minute pores or minute tubes. This phenomenon is generally known as capillarity, and capillarity is of two types: capillary rise and capillary fall. Pendana capillarity, the ability of fluids to rise or fall along minute pores. അപ്പോൾ ആ ഫിനോമിനെ വിളിക്കുന്ന, അല്ലെങ്കിൽ ആ എബിലിറ്റിയെ വിളിക്കുന്ന, ആ പ്രോപ്പർട്ടി വിളിക്കുന്ന പേരാണ് കാപ്പിലാരിറ്റി. രണ്ട് തരത്തിലുണ്ട്, കാപ്പിലറി റൈസ് ഉണ്ട്, കാപ്പിലറി ഫോൾ ഉണ്ട്. കാപ്പിലറി റൈസിന് ഒരു എക്സാമ്പിൾ, കാപ്പിലറി റൈസ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ഒരു കേസ് എന്താണ്? വെൻ ഗ്ലാസ് കാപ്പിലറി ട്യൂബ് ഈസ് ഡിപ്ഡ് ഇൻ വാട്ടർ ടേക്കൺ ഇൻ എ ബീക്കർ, we can observe capillary rise. When we dip a glass capillary tube in a trough of mercury, then we can observe capillary descent or capillary fall. ഇത് നമുക്ക് നോക്കാം. What is the reason behind capillarity? Capillary റൈസിന് അല്ലെങ്കിൽ കാപ്പിലറി ഫോളിന് എന്താണ് കാരണം? ഇവിടെ നോക്കൂ, ഇവിടെ മോളിക്യൂൾസ് ഉണ്ട്, വാട്ടർ മോളിക്യൂൾസ് ഉണ്ട്, ഗ്ലാസ് മോളിക്യൂൾസ് ഉണ്ട്. എവിടെയാണ് നമ്മൾ കാപ്പിലറി റൈസ് കണ്ടത്? ഇവിടെയാണ്, ഈ ട്യൂബിനുള്ളിലാണ്. ഈ ട്യൂബിനുള്ളിലെ മോളിക്യൂൾസ് തമ്മിൽ കൊഹിസീവ് ഫോഴ്സും ഉണ്ട്, അഡ്ഹീസീവ് ഫോഴ്സും ഉണ്ട്. അഡ്ഹീസീവ് ഫോഴ്സ് ഈസ് molecular force, molecular attractive force between different kind of molecules ആണ്. കൊഹിസീവ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ molecular attractive force between same kind of molecules. ഇവിടെ നോക്കൂ, ഈ ഗ്ലാസ് മോളിക്യൂൾസ് വാട്ടർ മോളിക്യൂൾസിനുള്ള അഡ്ഹീസീവ് ഫോഴ്സ് വലുതാണ് കൊഹിസീവ് ഫോഴ്സ് ബിറ്റ്വീൻ വാട്ടർ മോളിക്യൂൾസ്. അതുകൊണ്ടാണ് ഇവിടെ കാപ്പിലറി അസെൻറ്റ് അല്ലെങ്കിൽ കാപ്പിലറി റൈസ് സംഭവിക്കുന്നത്, അതിൻ്റെ ഫലമായിട്ട് വാട്ടർ മുകളിലേക്ക് ഉയരുന്നത്. അപ്പോൾ ഇവിടെ എന്തായിരിക്കാം കാരണം? വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് കാപ്പിലറി ഡിസെൻറ്റ് ഓർ കാപ്പിലറി ഫോൾ? ഹിയർ ദ അഡ്ഹീസീവ് ഫോഴ്സ് ബിറ്റ്വീൻ ഗ്ലാസ് ആൻഡ് മെർക്കുറി ഈസ് ലെസ് ദാൻ കൊഹിസീവ് ഫോഴ്സ് ബിറ്റ്വീൻ മെർക്കുറി ആറ്റംസ് ഓർ മെർക്കുറി മോളിക്യൂൾസ്. അപ്പോൾ if cohesive force is greater than adhesive force, if cohesive force is greater than adhesive force, capillary descent will occur, and if cohesive force is less than adhesive force, then capillary rise will occur. ഇതാണ് capillarity. ഇനി
കാപ്പിലറി റൈസിനെ അല്ലെങ്കിൽ കാപ്പിലാരിറ്റിയെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? കുറേയധികം ഫാക്ടേഴ്സ് ഉണ്ട്. സർഫസ് ടെൻഷൻ ഓഫ് ദിസ് ലിക്വിഡ്, അതൊരു ഫാക്ടറാണ്. റേഡിയസ് ഓഫ് കാപ്പിലറി ട്യൂബ്, ഇതൊരു ഫാക്ടറാണ്. ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ്, അതൊരു ഫാക്ടറാണ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഇതൊരു ഫാക്ടറാണ്. അപ്പോൾ ഈ പറഞ്ഞതെല്ലാം എങ്ങനെയാണ് കാപ്പിലറി റൈസിനെ അല്ലെങ്കിൽ കാപ്പിലറി ഫോളിനെ അഫക്റ്റ് ചെയ്യുന്നത്? അത് നോക്കേണ്ടതില്ല, നമ്മുടെ പുസ്തകത്തിൽ അത് ഡിസ്കസ് ചെയ്യുന്നില്ല. മറിച്ച് റേഡിയസ് എങ്ങനെയാണ്, റേഡിയസ് ഓഫ് ദി കാപ്പിലറി ട്യൂബ്, ഈ ട്യൂബിൻ്റെ റേഡിയസ് അതെങ്ങനെയാണ് കാപ്പിലറി അസെൻറ്റിനെ അല്ലെങ്കിൽ കാപ്പിലറി ഡിസെൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കേണ്ടത്. അതിങ്ങനെയാണ്. റേഡിയസ് ഓഫ് കാപ്പിലറി ട്യൂബ് ഇൻക്രീസ് ചെയ്താൽ കാപ്പിലറി റൈസ് അത് കുറയും, കാപ്പിലറി റൈസ് കുറയും. ഇപ്പോൾ റേഡിയസ് കൂടിയ കാപ്പിലറി ട്യൂബാണെങ്കിൽ തീർച്ചയായിട്ടും കാപ്പിലറി റൈസ് ഓർ കാപ്പിലാരിറ്റി വിൽ ഡിക്രീസ്. അതെന്തുകൊണ്ടാണ് നമുക്ക് നോക്കാം. എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് റേഡിയസ് ഓഫ് ദി ട്യൂബ് അഫക്റ്റ് ചെയ്യുന്നത് കാപ്പിലാരിറ്റി അല്ലെങ്കിൽ കാപ്പിലറി റൈസിനെ? വെൻ റേഡിയസ് ഓഫ് കാപ്പിലറി ട്യൂബ് ഇൻക്രീസസ് കാപ്പിലറി അസെൻറ്റ് വിൽ ഡിക്രീസ്. നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് റേഡിയസ് കൂടുമ്പോൾ ഈ പറഞ്ഞ കാപ്പിലറി റൈസ് കുറയുന്നത് അല്ലെങ്കിൽ റേഡിയസ് കുറയുമ്പോൾ കാപ്പിലറി ഹൈറ്റ് കൂടുന്നത്. നമ്മൾ പറഞ്ഞു അഡ്ഹീസീവ് ഫോഴ്സ് ആണ് കാപ്പിലറി റൈസിന് കാരണം. അപ്പോൾ ഇവിടെ നിന്ന് വാട്ടർ മോളിക്യൂൾസ് ഇങ്ങനെ ട്യൂബിലോട്ട് കയറി വരുന്നതിന് കാരണം അഡ്ഹീസീവ് ഫോഴ്സാണ്. ഗ്ലാസ് അതുപോലെ വാട്ടർ തമ്മിലുള്ള അഡ്ഹീസീവ് ഫോഴ്സ് കാരണമാണ് വാട്ടർ മോളിക്യൂൾസ് റൈസ് ചെയ്യുന്നത്. അപ്പോൾ അഡ്ഹീസീവ് ഫോഴ്സ് എഫ് എന്നിരിക്കട്ടെ. ഈ അഡ്ഹീസീവ് ഫോഴ്സ് വാട്ടർ മോളിക്യൂൾസിന് ട്യൂബിലൂടെ ഉയർത്തിയെടുക്കും. ഏതുവരെ ഉയർത്തും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉയർത്തപ്പെട്ട ഫ്ലൂയിഡിൻ്റെ വെയ്റ്റ് അഡ്ഹീസീവ് ഫോഴ്സിന് ഈക്വൽ ആകുമ്പോൾ ഈ പറഞ്ഞ കാപ്പിലറി റൈസ് നിൽക്കും. അപ്പോൾ കാപ്പിലറി റൈസ് വിൽ occur till adhesive force equal to weight of liquid raised. അത് ഈക്വൽ ആകുന്നവരെ വരുവാണ്. ഈ വെയ്റ്റിൻ്റെ ഒരു ഫോമുലുണ്ട്. വെയ്റ്റ് എന്ന് പറയുന്നത് മാസ് ഓഫ് ബോഡി ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എഫ് ഇസ് ഈക്വൽ ടു മാസിന് നമുക്ക് വോള്യം ഇൻറ്റു ഡെൻസിറ്റി എന്നെഴുതാം. എഫ് ഇസ് ഈക്വൽ ടു ഈ വോള്യം ഉയർത്തപ്പെട്ട ആ ഫ്ലൂയിഡിൻ്റെ വോളിയം, ഞാൻ ഉയർത്തപ്പെട്ട ഫ്ലൂയിഡിൻ്റെ പോർഷൻ അവിടെ വരയ്ക്കാൻ കാപ്പിലറി ട്യൂബിനുള്ളിൽ റൈസ് ചെയ്യപ്പെട്ട ഫ്ലൂയിഡിൻ്റെ വോളിയം ഇത് ഏത് ഷേപ്പിലാണ്? ഒരു സിലിണ്ടർ ഷേപ്പിലാണ്. ആ സിലിണ്ടറിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ എ എന്നിരിക്കട്ടെ. ഈ ഹൈറ്റ് ഇതല്ലേ കാപ്പിലറി റൈസ്, ഈ ലെവലിൽ നിന്ന് എത്ര ഹൈറ്റിലോട്ട് ലിക്വിഡ് റൈസ് ചെയ്യപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ ഈ വോള്യം എന്ന് പറയുന്നത് എത്ര വോള്യമാണ് ഫ്ലൂയിഡ് മുകളിലോട്ട് കയറിയത്? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻറ്റു ഹൈറ്റ് ഡി ജി. മനസ്സിലായില്ലേ? ഇതാണ് നോക്കൂ. ഇതനുസരിച്ച് ഏരിയ ക്രോസ് സെക്ഷൻ അതൊരു കോൺസ്റ്റൻ്റ് വാല്യൂ ആണ്. ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് അതൊരു കോൺസ്റ്റൻ്റ് വാല്യൂ ആണ്. ജി ഒരു കോൺസ്റ്റൻ്റ് വാല്യൂ. ഇവിടെ വ്യത്യാസപ്പെടാൻ സാധ്യതയുള്ളത് ഹെച്ച് മാത്രമാണ്, ഹൈറ്റ് മാത്രമാണ്. മനസ്സിലായില്ലേ? ഇപ്പം നമ്മൾ കാപ്പിലറി ട്യൂബ്, നാരോ ആയിട്ടുള്ള കാപ്പിലറി ട്യൂബ് എടുക്കുകയാണെങ്കിൽ ഏരിയ എത്രയേ ഉള്ളൂ. കുറച്ചുകൂടെ വലിയ ട്യൂബ് എടുക്കുകയാണെങ്കിൽ ഏരിയ കൂടുന്നു. അപ്പോൾ നോക്കണം, ഡി കോൺസ്റ്റൻ്റ് ആണ്, ജി കോൺസ്റ്റൻ്റ് ആണ്, എഫും ഒരു കോൺസ്റ്റൻ്റ് വാല്യൂ ആണ്. അപ്പോൾ എ ഇൻറ്റു ഹെച്ച് ആണ്, അല്ലെങ്കിൽ എയും ഹെച്ചും ആണ് വാരി ചെയ്യാൻ സാധ്യതയുള്ളൂ. അതെങ്ങനെ വാരി ചെയ്യാൻ നോക്കണം. എഫ് ഈക്വൽ ടു എ എച്ച് ഡി ജി എന്നാണ് വരേണ്ടത്. ഞാനിപ്പോൾ എഫിൻ്റെ വാല്യൂ 10 എന്നെടുക്കുകയാണ്. ഡിയുടെ വാല്യൂ 1 എന്നിരിക്കട്ടെ, ജിയുടെ വാല്യൂ 1 എന്നിരിക്കട്ടെ. അപ്പോൾ ഏരിയ ക്രോസ് സെക്ഷൻ കൂടുമ്പോൾ, ഇതിൻ്റെ ഏരിയ ക്രോസ് സെക്ഷൻ കൂടുമ്പോൾ, ഇതിൻ്റെ വണ്ണം കൂടുമ്പോൾ, ഇത് സർക്കുലാറായിട്ടുള്ള ക്രോസ് സെക്ഷൻ ആണ് എങ്കിൽ ആ ഏരിയ ക്രോസ് സെക്ഷൻ πr² എന്ന് എഴുതാം. അപ്പോൾ ഏരിയ എന്നുള്ളത് πr². അപ്പോൾ πr² ഇൻറ്റു ഹെച്ച് അത് 10 ആയിരിക്കണം. അപ്പോൾ എ എച്ച് അല്ലെങ്കിൽ πr² ഇൻറ്റു ഹെച്ച് 10 ആയിരിക്കണം. എന്തുകൊണ്ടാണ്? ഇതെല്ലാം കോൺസ്റ്റൻ്റാണ്. അപ്പോൾ നോക്കി,
എ ഇൻറ്റു H 10 വരണമല്ലോ. അപ്പോൾ ഞാൻ എ എന്ന് പറയുന്നതിനെ 1 എന്ന് എടുക്കുകയാണ്. അപ്പോൾ H എത്രയായിരിക്കണം? 10. എങ്കിലല്ലേ 1 ഇൻറ്റു 10 അത് 10 വരികയുള്ളൂ. ഈ ഏരിയ കൂടിയ ക്രോസ് സെക്ഷൻ എടുക്കുമ്പോൾ, 2 എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഹൈറ്റ് എന്ത് ചെയ്യണം? 5 ആയ പറ്റുമെങ്കിലേ 10 ആയിട്ട് വരികയുള്ളൂ. മനസ്സിലാവുണ്ടോ? അപ്പോൾ ഈ കാരണം കൊണ്ടാണ് കാപ്പിലറി ട്യൂബിൻ്റെ റേഡിയസ് കൂടുമ്പോൾ കാപ്പിലറി ഹൈറ്റ് കുറയുന്നത്. പക്ഷേ ഈ മാത്തമാറ്റിക്കലി ഇങ്ങനെ പറയുന്നതിനേക്കാൾ എളുപ്പം ഇങ്ങനെയാണ്. കാപ്പിലറി ട്യൂബിൻ്റെ വ്യാസം അല്ലെങ്കിൽ ഛേദതല വിസ്തീർണം അല്ലെങ്കിൽ ആരം റേഡിയസ് കൂടുമ്പോൾ അതിനുള്ളിൽ പ്രവേശിക്കുന്ന ഫ്ലൂയിഡിൻ്റെ വോള്യം, ആ വോള്യം അഡ്ഹീസീവ് ഫോഴ്സിന് തുല്യമായി, അഡ്ഹീസീവ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ആ റേഷ്യോക്ക് ഈക്വലായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഏരിയ ക്രോസ് സെക്ഷൻ അഥവാ റേഡിയസ് കൂടുമ്പോൾ കാപ്പിലറി റൈസ് കുറഞ്ഞേ മതിയാവുകയുള്ളൂ എന്നാണ്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്തുകൊണ്ട് റേഡിയസ് കൂടുമ്പോൾ കാപ്പിലറി റൈസ് കുറയുന്നു, റേഡിയസ് കുറയുമ്പോൾ കാപ്പിലറി റൈസ് കൂടുന്നു എന്നതിന് നമുക്കൊരു എക്സ്പ്ലനേഷൻ കൊടുക്കാനായിട്ട് സാധിക്കും. അടുത്ത് നോക്കേണ്ടത് കാപ്പിലാരിറ്റി കാരണം ഉണ്ടാകുന്ന 1-2 ഇഫക്റ്റുകളെക്കുറിച്ചാണ്. ഇപ്പോൾ കൃഷിയിടങ്ങൾ വേനൽക്കാലത്ത് കിളച്ചിടാറുണ്ട്. എന്തിനാണ്? കാപ്പിലാരിറ്റിയുമായി ബന്ധപ്പെട്ട് നമുക്കത് എന്തിനാണ് നോക്കാം. അതിനായിട്ട് ഞാനൊരു ചെറിയ ആക്ടിവിറ്റി പറയാം. രണ്ട് ബീക്കർ എടുക്കുന്നു. 2 ബീക്കറിലും ജലം എടുക്കുകയാണ്. ഇതിൽ ഒന്നാമത്തെ ബീക്കറിൽ അല്പം മണലും ഇതിൽ കുറച്ച് മൺകട്ടകൾ ഇടുകയാണ്. ഇത് തമ്മിലുള്ള വ്യത്യാസം, മണലിൽ ഈ പാർട്ടിക്കിൾസ് ഉണ്ട്, സാൻഡ് പാർട്ടിക്കിൾസ് തമ്മിൽ ചെറിയ ഗ്യാപ്പുണ്ട്. അതുവഴി എന്തുണ്ടാവും? ഏറ്റവും താഴെ നിന്ന് മുകളിലേക്ക് വരാനായിട്ട് ചെറിയ മൈന്യൂട്ടായിട്ടുള്ള പോർസ് ഉണ്ടാവും, ചെറിയ ദ്വാരങ്ങളുണ്ടാവും. എന്നാൽ ഇവിടെയാണെങ്കിൽ ദ്വാരങ്ങളുണ്ട്, പക്ഷേ ആ ദ്വാരങ്ങളുടെ വലുപ്പം എന്ന് പറയുന്നത് താരതമ്യേന കൂടുതലാണ്. ആ കട്ടകൾക്കിടയിലുള്ള സ്ഥലത്തിലൂടെ ജലത്തിന് മുകളിലേക്ക് വരാനുള്ള വഴിയുണ്ട്, പക്ഷേ ആ വഴി ഇത്തിരി വലുതാണ്. ഈ വഴികൾ നമ്മൾ കാപ്പിലറി ട്യൂബായിട്ട് പരിഗണിച്ചാൽ ഇവിടെ കാപ്പിലറി ട്യൂബിൻ്റെ റേഡിയസ് അത് കുറവാണ്, ട്യൂബിൻ്റെ റേഡിയസ് കൂടുതലാണ്. അപ്പോൾ നമുക്കറിയാം കാപ്പിലറി ട്യൂബിൻ്റെ റേഡിയസ് കൂടിയാൽ കാപ്പിലറി റൈസ് കുറയും. കാപ്പിലറി ട്യൂബിൻ്റെ റേഡിയസ് കൂടുകയാണെങ്കിൽ കാപ്പിലറി റൈസ് കുറയും. ഇവിടെ റേഡിയസ് കുറവാണ്, അങ്ങനെയാണെങ്കിൽ ഹൈറ്റ് എന്ത് ചെയ്യും? കൂടും. വളരെ ഈസി ആയിട്ട് വാട്ടറിന് മുകളിലോട്ട് വരാനായിട്ട് സാധിക്കും. ഇവിടെയാണെങ്കിലോ റേഡിയസ് കൂടുകയാണ്, അങ്ങനെയാണെങ്കിൽ ഹൈറ്റ് കുറയും. കാപ്പിലറി ഹൈറ്റ്, കാപ്പിലാരിറ്റി അല്ലെങ്കിൽ കാപ്പിലറി റൈസ് കുറയും എന്ന് പറഞ്ഞാൽ താഴെയുള്ള ഈ വെള്ളത്തിന് മുകളിലോട്ട് വരാനുള്ള ടെൻഡൻസി, ആ കഴിവ് കുറയുമെന്നാണ്. നമുക്ക് വേനൽക്കാലത്ത് മണ്ണിൽ നിന്ന് ജലാംശം നഷ്ടപ്പെട്ട് പോകുന്നതാണോ പോകാതിരിക്കുന്നതാണോ നല്ലത്? അതാണ് നമുക്ക് ഏതാണ് താല്പര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജലാംശം പരമാവധി മണ്ണിൽ നിലനിൽക്കണം. അങ്ങനെയാണെങ്കിൽ ആ മണ്ണിലുള്ള സൂക്ഷ്മ സുഷിരങ്ങൾ അത് പരമാവധി വലിപ്പത്തിലാക്കി വെക്കുന്നതാണ് നല്ലത്. അങ്ങനെ വലിപ്പത്തിലാക്കാൻ എന്ത് ചെയ്താൽ മതിയാവും? ഇതുപോലെ മണ്ണ് കിളച്ചിടുകയാണെങ്കിൽ, ചവിട്ടി ചേർക്കാതിരിക്കുമ്പോൾ ഈ കിളച്ചിടുമ്പോൾ എന്ത് സംഭവിക്കും? സൂക്ഷ്മ സുഷിരങ്ങളുടെ വലിപ്പം കൂടും, അത് സ്ഥൂല സുഷിരങ്ങളായിട്ട് മാറും, വലിപ്പം കൂടി വരും, മണ്ണിൻ്റെ കഷ്ണങ്ങൾ തമ്മിലുള്ള ഗ്യാപ്പ് കൂടി വരും. അതുവഴി കാപ്പിലറി ട്യൂബിൻ്റെ അല്ലെങ്കിൽ ജലത്തിന് മുകളിലോട്ട് ഉയർന്നു വരാനുള്ള വഴിയുടെ വ്യാസം കൂടി വരും, ഉയർന്നു വരാനുള്ള ടെൻഡൻസി കുറയും, ജലാംശം നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത കുറയും. അപ്പോൾ എന്തിനാണ് വേനൽക്കാലത്ത് മണ്ണ് കിളച്ചിടുന്നത്, വയലുകൾ കിളച്ചിടുന്നത്? ജലാംശം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, അല്ലെങ്കിൽ ജലാംശത്തിൻ്റെ നഷ്ടം
ജലാംശം ബാഷ്പീകരിച്ചു പോകാനുള്ള സാധ്യത കുറയ്ക്കാൻ എങ്ങനെ? കാപ്പിലാരിറ്റി എന്ന ആശയം നമ്മൾ പറയും. ജലത്തിന് സൂക്ഷ്മ സുഷിരങ്ങളിലൂടെ മുകളിലേക്ക് ഉയർന്നു വരാനുള്ള ടെൻഡൻസി ഉണ്ട്, പ്രവണതയുണ്ട്. അപ്പോൾ മണ്ണ് കിളച്ചിടുന്നുവെങ്കിൽ മണ്ണിലെ സൂക്ഷ്മ സുഷിരങ്ങളുടെ വലിപ്പം കൂടും. അങ്ങനെയാണെങ്കിൽ ജലത്തിൻ്റെ കേശിക ഉയർച്ച, കാപ്പിലറി റൈസ് കുറയും, ജലാംശം നഷ്ടപ്പെടാനുള്ള സാധ്യത കുറയും. അതുവഴി ജലാംശം മണ്ണിൽ സംരക്ഷിക്കപ്പെടും. ഇതാണ് കാപ്പിലറി ട്യൂബിൻ്റെ അല്ലെങ്കിൽ കാപ്പിലാരിറ്റിയുടെ ഒരു ആപ്ലിക്കേഷൻ. ഇതുപോലെ വിളക്ക് തിരിയിൽ എണ്ണ മുകളിലേക്ക് കയറി ആ ദീപം പ്രകാശിക്കുന്നതിന് പിന്നിലും എണ്ണയുടെ കാപ്പിലറി റൈസ് എന്ന ഫിനോമിനനാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് മോളിക്കുലാർ ഫോഴ്സ്, അതിൻ്റെ തരങ്ങൾ, അതുപോലെ കാപ്പിലാരിറ്റി, അതിൻ്റെ തരങ്ങൾ, ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതിനുള്ളിൽ ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. എന്താണ് ഈ മോളിക്കുലാർ ഫോഴ്സ്? മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സിനെയാണ് നമ്മൾ മോളിക്കുലാർ ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. ആ മോളിക്യൂൾസ് സെയിം കൈൻഡ് ആണെങ്കിൽ, ഒരേ തരത്തിൽപ്പെട്ടവയാണെങ്കിൽ നമ്മൾ കൊഹിസീവ് മോളിക്കുലാർ ഫോഴ്സ് അല്ലെങ്കിൽ കൊഹിഷൻ എന്ന് വിളിക്കും. മോളിക്യൂൾസ് ഡിഫറെൻറ്റ് ടൈപ്സ് ആണെങ്കിൽ നമ്മളതിനെ അഡ്ഹീസീവ് ഫോഴ്സ് അല്ലെങ്കിൽ അഡ്ഹീഷൻ എന്ന് വിളിക്കും. ഈ കൊഹിസീവ് ഫോഴ്സ് അല്ലെങ്കിൽ കൊഹിഷൻ, അഡ്ഹീസീവ് ഫോഴ്സ് അല്ലെങ്കിൽ അഡ്ഹീഷൻ, ഇവയ്ക്ക് നമുക്ക് ഡെയിലി ലൈഫിൽ ഒരുപാട് എക്സാമ്പിൾസ് അല്ലെങ്കിൽ ഇല്ലസ്ട്രേഷൻസ് കാണാൻ സാധിക്കും. എവിടെ കൊഹിസീവ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നു, എവിടെ അഡ്ഹീസീവ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നു എന്നുള്ളത്. ഇനി കാപ്പിലാരിറ്റി, സൂക്ഷ്മ സുഷിരങ്ങളിലൂടെ ദ്രവങ്ങൾക്ക്, പൊതുവിൽ ദ്രാവകങ്ങൾക്ക് മുകളിലേക്ക് ഉയരുവാനോ താഴേക്ക് താഴാനോ താഴാനോ ഉള്ള കഴിവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കാപ്പിലാരിറ്റി എന്ന് വിളിക്കുന്നത്. മുകളിലേക്കുള്ള ഉയർച്ച അതിനെ വിളിക്കുന്നത് കാപ്പിലറി റൈസ് എന്നാണ്. എന്നാൽ താഴേക്കുള്ള പോക്കിനെ വിളിക്കുന്നത് കാപ്പിലറി ഡിസെൻറ്റ് എന്നല്ല, കാപ്പിലറി ഫോൾ എന്നാണ് വിളിക്കുക. എന്തുകൊണ്ട് കാപ്പിലറി ഫോൾ ഉണ്ടാകുന്നു? അവിടെ അഡ്ഹീസീവ് ഫോഴ്സിനേക്കാൾ കൂടുതലായിട്ട് കൊഹിസീവ് ഫോഴ്സ് ഉണ്ടാകും. അതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് കാപ്പിലറി റൈസ് ഉണ്ടാകുന്നത്? അഡ്ഹീസീവ് ഫോഴ്സ് ബിറ്റ്വീൻ മോളിക്യൂൾസ് എന്തായിരിക്കും? കൊഹിസീവ് ഫോഴ്സ് ബിറ്റ്വീൻ മോളിക്യൂൾസിനേക്കാൾ കൂടുതലായിരിക്കും. അതാണ് കാരണം. ഇനി കാപ്പിലറി ഫോൾ അല്ലെങ്കിൽ കാപ്പിലറി റൈസിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ കുറിച്ച് പറഞ്ഞാൽ അതിൽ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറിനെ കുറിച്ച് മാത്രമാണ് നമ്മുടെ പുസ്തകത്തിൽ പറയുന്നത്. അത് റേഡിയസ് ഓഫ് ദി കാപ്പിലറി ട്യൂബാണ്. എങ്ങനെയാണ് ആ ബന്ധം? വെൻ റേഡിയസ് ഓഫ് ദി ട്യൂബ് ഇൻക്രീസസ്, കാപ്പിലറി റൈസ് ഡിക്രീസസ്. റേഡിയസിൻ്റെ അളവ് കൂടുമ്പോൾ, ട്യൂബിൻ്റെ വലിപ്പം കൂടുമ്പോൾ, ട്യൂബിൻ്റെ ഛേദതല വിസ്തീർണം കൂടുമ്പോൾ, ഏരിയ ക്രോസ് സെക്ഷൻ കൂടുമ്പോൾ കാപ്പിലറി റൈസ് കുറയും. എന്താണ് കാരണം? അതിൻ്റെ കാരണം എന്താണെന്ന് നോക്കാം. കാപ്പിലറി ട്യൂബിൻ്റെ റേഡിയസ് അഥവാ ഏരിയ ക്രോസ് സെക്ഷൻ കൂടുമ്പോൾ അതിനുള്ളിലേക്ക് കയറുന്ന, കുറഞ്ഞ സമയത്തിനുള്ളിൽ അതിലേക്ക് കയറുന്ന ഫ്ലൂയിഡിൻ്റെ ഭാരവും കൂടും. ഈ ഫ്ലൂയിഡിനെ താങ്ങി നിർത്തുന്നത് അഡ്ഹീസീവ് ഫോഴ്സാണ്. അപ്പോൾ കാപ്പിലറി ട്യൂബിൻ്റെ വ്യാസം കൂടുകയാണെങ്കിൽ ഭാരം പെട്ടെന്ന് വർദ്ധിക്കുന്നു. കാപ്പിലറി ട്യൂബിൻ്റെ റേഡിയസ് കുറയുകയാണെങ്കിൽ ഭാരം പതിയെ വർദ്ധിക്കുകയുള്ളൂ. അപ്പോൾ കുറഞ്ഞ റേഡിയസ് ഉള്ള കാപ്പിലറി ട്യൂബിൽ കൂടുതൽ ഉയർന്നെങ്കിൽ മാത്രമേ ഭാരം അത്രയും കൂടുകയുള്ളൂ. അപ്പോൾ കാപ്പിലറി ട്യൂബിൻ്റെ റേഡിയസ് കുറയുമ്പോഴേക്കും കൂടുതൽ ലിക്വിഡിന് മുകളിലേക്ക് കയറാനായിട്ട് സാധിക്കും. ഇനി കാപ്പിലാരിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു ഡെയിലി ലൈഫ് സിറ്റുവേഷൻ നമ്മൾ പറഞ്ഞു. ഫീൽഡ്സിൽ, വയലുകളിൽ അല്ലെങ്കിൽ കൃഷിയിടങ്ങളിൽ വേനൽക്കാലത്തിന് മുൻപായിട്ട് നമ്മൾ കിളച്ചിടാറുണ്ട്. എന്താണ് അതിന് കാരണം? മണ്ണിലെ സൂക്ഷ്മ സുഷിരങ്ങളുടെ വലിപ്പം കൂട്ടുകയും അതുവഴി കാപ്പിലറി റൈസിനുള്ള സാധ്യത കുറയ്ക്കുകയും അതുവഴി മണ്ണിലെ ജലാംശത്തിൻ്റെ അളവ് ഒരുപാട് കുറയാതെ നിലനിർത്താൻ കഴിയുകയും ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? കൃഷിയിടങ്ങൾക്ക് വേനൽക്കാലത്തിന് മുമ്പായിട്ടൊരു കിളയിൽ നൽകുന്നത്, കിളച്ചിടുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് നോക്കുക. അടുത്ത ക്ലാസ്സിൽ നമ്മൾ വിസ്കസ് ഫോഴ്സിനെ കുറിച്ചും സർഫസ് ടെൻഷനെ കുറിച്ചും ഒക്കെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ശരി.